എഴുന്നേറ്റ് പോയി തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര വേദനയാണ്, ശക്തമായ വേദനയാണ്. ആ സമയത്ത് നല്ലോണം ബ്ലഡൊക്കെ വരുമായിരുന്നു. എപ്പോഴും ഈച്ചയും കൊതുകും ഉറുമ്പും ഒക്കെ വരുമായിരുന്നു. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത കാലടിക്കടുത്തുള്ള മാണിക്യമംഗലം സെൻറ് റോക്കീസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ കാലാണ്, കാലിൻ്റെ ഫോട്ടോയാണ്. ഇത് 15 വർഷത്തിന് മീതെ എനിക്കുണ്ട്. നടന്നു തുടങ്ങിയപ്പോഴേ ഉള്ളതാണ്. ഇതിങ്ങനെ പഴുപ്പൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. പഴുപ്പും ബ്ലഡും ഒക്കെ ഒഴുകുമായിരുന്നു. നടക്കണ വഴിക്കൂടെയൊക്കെ പഴുപ്പ് ഒഴുകിക്കൊണ്ട് അമ്മ ബാക്കിക്കടെ തുണിയൊക്കെ വെച്ച് തുടച്ചിട്ട് വരുമായിരുന്നു. അങ്ങനെയായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ 2 കാലും വിരലൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇതിപ്പോൾ അത്രത്തോളം ഇല്ല, ഇതിലും ഭയാനകമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ കണ്ടതാണ്. ആയുർവേദം, അലോപ്പതി ഒക്കെ കഴിച്ചിട്ടൊന്നൊരു കുറവുണ്ടായില്ല. ലാസ്റ്റ് ഹോമിയോപ്പതിയിലേക്ക് മാറി. കഴിഞ്ഞ 9 വർഷമായിട്ട് ഹോമിയോപ്പതിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴും പിന്നീടും ഇത് നല്ല രീതിയിൽ പഴുത്ത് പ്രശ്നമായിരുന്നു. രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഉറുമ്പൊക്കെ വന്ന് പൊതിഞ്ഞിരിക്കുമായിരുന്നു. 15 മിനിറ്റ് കൂടി ഞാൻ എഴുന്നേറ്റ് ഉറുമ്പിനെയൊക്കെ തോട്ടിക്കളയുമായിരുന്നു. ഇത് നല്ല രീതിയിൽ പഴുപ്പൊക്കെ വരുന്ന സമയത്ത് ഈച്ചയൊക്കെ വന്നിരുന്നിട്ടുണ്ട്, പുഴുത്തിട്ടുണ്ട്. 1 2 അല്ല, 10 15 ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു രാത്രിയും ഒരു പകലും അതെൻ്റെ കാലിലുണ്ടായിരുന്നു. പിന്നീട് സ്കൂളിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. SSLCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുപാട് കൂടുതലായത്. ഒരു ദിവസം ഓട്ടോ കൂലിക്ക് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോവില്ലായിരുന്നു. SSLC തോറ്റു പോകുമെന്ന് എല്ലാവരും പറഞ്ഞതാണ്. ഡോക്ടേഴ്സൊക്കെ ടീച്ചേഴ്സും പറഞ്ഞതാണ്. ഒരു ഗ്യാരണ്ടി ഇല്ലായിരുന്നു. സ്കൂളിൽ പോകാൻ പറ്റില്ലായിരുന്നു. ഓട്ടോയ്ക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുപാട് കൂടുതലായിട്ട് വരും. പിന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും. അമ്മ ജോലിക്ക് പോയിട്ട് വരണ വരെ ഇങ്ങനെ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് പോയി തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര വേദനയാണ്, ശക്തമായ വേദനയാണ്. ആ സമയത്ത് നല്ലോണം ബ്ലഡൊക്കെ വരുമായിരുന്നു. എപ്പോഴും ഈച്ചയും കൊതുകും ഉറുമ്പും ഒക്കെ വരുമായിരുന്നു. ഉപ്പൂറ്റി കുത്തിയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ SSLC ഒക്കെ പാസ്സായി. പിന്നീടും ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് പുഴു വന്നത് കാലയിൽ. പിന്നെ ലാസ്റ്റായിട്ട് ഇത് ഒരുപാട് കൂടുതലാവുന്നത് ഈ കഴിഞ്ഞ ജൂൺ 16-ാം തീയതിയാണ്. അന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഉടമ്പടി എടുക്കാൻ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കാല് ഇങ്ങനെയായിരുന്നു, ഇതുപോലെയായിരുന്നു. പിന്നെ അന്ന് മുതൽ ഒരു 2 മാസത്തോളം ഉടമ്പടി നിബന്ധനകളൊന്നും പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. കുർബാനയ്ക്ക് പോകാൻ പറ്റില്ലായിരുന്നു, കുമ്പസാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ധ്യാനം മുടങ്ങാതെ കൂടുമായിരുന്നു. പഴയ ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. സാക്ഷ്യങ്ങളും ലൈവ് പ്രാർത്ഥനകളൊക്കെ ഫുൾ ടൈം കൂടുമായിരുന്നു. അതെല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം മാതാവിനെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു. എൻ്റെ അടുത്ത് ഒരു ദിവസം വന്നു. എന്നിട്ട് അമ്മയുടെ സിൽവർ ഗ്രേ കൈ വെച്ചിട്ട് എൻ്റെ 2 കാലിലും തൊട്ടു. പിന്നെ അമ്മ ബാക്ക് തിരിഞ്ഞ് അങ്ങ് നടന്നു പോകുന്നതായിട്ടാണ് കണ്ടത്. അതോടെ എനിക്ക് സമാധാനമായി. എൻ്റെ ഉടമ്പടി അമ്മ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഒരു ദിവസം ഇവിടെ ഞാൻ വന്നിരുന്നു. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴേക്കും എനിക്ക് കാലുകൊണ്ട് നടക്കാൻ പറ്റണേ, എനിക്ക് നടക്കാൻ പറ്റിയാൽ ഞാനിവിടെ വന്നോളാം, 2 കൂടെ പത്രം വാങ്ങിച്ച് ഞാൻ എല്ലാവർക്കും കൊടുത്തോളാം. അങ്ങനെ ഞാൻ നേർന്നിരുന്നു. അതുപോലെ എനിക്ക് വരാൻ സാധിച്ചു. അന്ന് ജോസഫ് അച്ഛനെ കാണാനും പറ്റി. അച്ഛനെൻ്റെ കാലയിൽ, അച്ഛൻ അവിടെ അൾത്താരയിൽ മുട്ടുകുത്തി നിന്നിട്ട് എൻ്റെ കാലയിൽ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അന്ന് അച്ഛൻ എനിക്ക് കാശുരൂപം തന്നായിരുന്നു. ആ കാശുരൂപം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണായിരുന്നു. അപ്പം ഞാൻ എന്താണാവോ, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഉടമ്പടിയിൽ പാകപ്പിഴകളുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ അത് കിട്ടി. പിന്നെ കുറച്ച് അങ്ങോട്ട് ബാക്കോട്ട് ഇറങ്ങിയിരുന്നപ്പോഴേക്കും പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കാശുരൂപം താഴെ വീണു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. നോക്കിയിട്ട് അവിടെ ഒന്നും കാണുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ മാതാവിനോട് നേർന്നു, എനിക്ക് കാശുരൂപം തിരിച്ചു തരണേ, ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങില്ല. ഞാൻ എങ്ങനെ ഈ അവസ്ഥയിൽ വീട്ടിൽ പോകണേ, എനിക്ക് കാശുരൂപം തിരിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ടിലിരുന്നൊരു ചേച്ചി എഴുന്നേറ്റപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ കാശുരൂപം. അങ്ങനെ എനിക്ക് മാതാവ് തിരിച്ചു തന്നു. പിന്നീടാണ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത്.
എല്ലാ മാതാവ് ഉള്ളിൽ തോന്നിക്കണെയാണ്. എന്നോട് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി, നീ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്ന്. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ടു, ഓഗസ്റ്റ് 15, അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന്. ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് കാലിനൊരു പ്രശ്നം ഉണ്ടാവരുത്, ഒരു പാട് പോലും ഉണ്ടാവരുത്, എനിക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞാൻ ഹോമിയോ മെഡിസിൻ നിർത്തി. ഹോമിയോ മെഡിസിൻ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. മെഡിസിൻ നിർത്തി. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്ന് പറഞ്ഞു, എനിക്കിനി മെഡിസിൻ വേണ്ട, എൻ്റെ ഡോക്ടർ ഇനി മാതാവാണ്, കൃപാസന മാതാവാണ്, എൻ്റെ മരുന്ന് വിശുദ്ധ തൈലും ഉപ്പുമാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നെ ചീത്ത പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൃപാസനത്തിൽ പോയാൽ പോരെ, എന്തിനാ ഹോസ്പിറ്റലൊക്കെ എന്ന് ചോദിച്ച് എന്നെ ചീത്ത പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു, വൈദ്യനെ ബഹുമാനിക്കണം, വൈദ്യനെ നിനക്ക് നിയോഗിച്ചത് കർത്താവാണ് എന്നൊക്കെ പറഞ്ഞു. അത് ശരിയാണ്. പക്ഷേ എൻ്റെ മാനസികാവസ്ഥ ഞാൻ മാതാവിനോട് പറഞ്ഞു. ഞാൻ 15 വർഷത്തിന് മീതെ മരുന്ന് കഴിച്ചു. ഒരു ദിവസം 3 നേരം 3-4 ഗുളിക വെച്ച് കഴിച്ചിരുന്നു. അത് കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ പ്രശ്നമായേനെന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഒരുപാട് മെഡിസിൻ കഴിച്ച് എല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞ് ആകെ സീനായിരുന്നു. എന്നിട്ട് ഞാൻ മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴും ഉടമ്പടി വസ്തുക്കളും ഉപ്പും എല്ലാം 3 നേരം ഉപയോഗിക്കുമായിരുന്നു. കാല് കഴുകുന്ന വെള്ളത്തിൽ ഉടമ്പടിത്തൈലും ഉപ്പും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ കാലൊക്കെ കഴുകിക്കൊണ്ടിരുന്നത്. കുളിക്കുമ്പോഴും ഉപയോഗിക്കുമായിരുന്നു, ഭക്ഷണത്തിൽ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ കാല് കുഴപ്പമില്ലാത്ത രീതിയിൽ ആയി, നടക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. എൻ്റെ ഉള്ളിൽ തന്നെ തോന്നുകയാണ്, അങ്ങോട്ട് പോയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട, നീ പോ, ധൈര്യമായിട്ട് പോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്നിട്ട് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോണ വഴിക്കൊക്കെ ഞാൻ ജപമാല ചൊല്ലി, വിശ്വാസപ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പോകുന്നത്. ഞാൻ അപ്പോഴും മാതാവിനോട് പറഞ്ഞു, എനിക്ക് മെഡിസിൻ തരരുത്, എനിക്ക് മെഡിസിൻ വേണ്ട, മെഡിസിൻ കഴിച്ച് ഞാൻ മടുത്തു എന്നൊക്കെ ഞാൻ പറഞ്ഞു. കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു മാതാവിനോട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ എന്നോടത്ത് ചോദിച്ചു, നിങ്ങൾ എന്തും മരുന്നാണ് ഇത്ര നാളും കഴിച്ചേ, അതിൻ്റെ വല്ല ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഹോമിയോ മെഡിസിനാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്, ഡീറ്റെയിൽസ് ഒന്നുമില്ല, അലർജിയാണ്, സോറിയാസിസ് ആണ്, പൊടിയുടെ അലർജി, ചെരുപ്പിൻ്റെ അലർജി, അങ്ങനെയൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്, മെഡിസിൻ ഇല്ലാതെ ഇതൊരിക്കലും മാറാൻ പോണില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതൊക്കെ ഞാൻ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് മെഡിസിൻ കഴിച്ച് മാറേണ്ട ഒരു അസുഖമല്ല, ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് വരുന്ന ഒരു സ്കിൻ എഫെക്ഷനാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് മെഡിസിനൊന്നും തരണില്ല, മെഡിസിനൊന്നും ഇല്ല, പിന്നെ ഒരു മോയ്സ്ചറൈസർ തരാം, അത് പുരട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിശുദ്ധ തൈലം ഉപ്പും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ആ മോയ്സ്ചറൈസറും ഇടയ്ക്ക് പുരട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്ക് മെഡിസിനൊന്നും ഇല്ലാതെ എൻ്റെ കാല് സുഖമായി. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. പിന്നെ ഞാൻ മാതാവിനെ സ്വപ്നത്തിൽ കണ്ടായിരുന്നു. അതിന് മുൻപ് ഓഗസ്റ്റ് 15 ഡേറ്റ് ഇട്ട് ആ ഡേറ്റിന് തന്നെ എൻ്റെ കാല് ക്ലിയറായി. ഒരാഴ്ചയ്ക്ക് മുമ്പ് കാല് ക്ലിയറായിരുന്നു. പിന്നെ മാതാവിനെ സ്വപ്നത്തിൽ കണ്ടത്, ഇവിടെ നിന്നൊരു ഫോട്ടോ വാങ്ങിച്ചിട്ട് പോയായിരുന്നു ഞാൻ മാതാവിൻ്റെ. ആ മാതാവിൻ്റെ ഫേസ് ഇങ്ങനെ ആദ്യം കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് വേളാങ്കണ്ണിയിൽ നിന്നൊക്കെ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങുന്ന ആ എണ്ണയാണ്, എണ്ണ കുപ്പിയാണ്. ആ കുപ്പി ഞാനിങ്ങനെ തുറന്ന് നോക്കി, എന്നിട്ട് അങ്ങനെ തന്നെ അടച്ചു. പിന്നെയും മാതാവിൻ്റെ ഫേസ്, കൃപാസന മാതാവിൻ്റെ ഫേസ് കണ്ടു. അപ്പം അമ്മ എന്നോട് എന്താ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ആൻറ്റിയുടെ അടുത്ത് ഈ സാക്ഷ്യം ഇങ്ങനെ സ്വപ്നം കണ്ടതായിട്ട് പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു, അമ്മ നിന്നോട് പറയണത് ഉടമ്പടി തൈലും ഉപ്പും മുടങ്ങാതെ കാലിൽ പുരട്ടി പ്രാർത്ഥിക്കണം എന്നാണ് എന്ന് പറഞ്ഞു. ഇപ്പോഴും മുടങ്ങാതെ ഉടമ്പടി തൈലും ഉപ്പും ഞാൻ കാലിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ കാല് ക്ലീനാണ്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ കാല്. പാടുപോലും ഇല്ലാത്ത രീതിയിൽ അമ്മ മാതാവ് എനിക്ക് സുഖപ്പെടുത്തി തന്നു. അതിനിടയ്ക്കും ഒരുപാട് പേരെന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറയും, നിനക്ക് ഭ്രാന്താണ്, നിനക്ക് ഈ പ്രാർത്ഥന നിർത്തിയിട്ട് നീ ചെയ്യേണ്ട കാര്യം ചെയ്യുക, അപ്പം ശരിയാവും, എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ, എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന്. അപ്പോഴും ഞാൻ പറയുമായിരുന്നു, ദൈവത്തിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇത്രയും കാലം എനിക്ക് അസുഖം മാറാതെ നിന്നത്. 15 വർഷത്തോളം ഞാൻ അനുഭവിച്ചില്ലേ, ഇനി എനിക്ക് വരില്ല.
ഞാൻ എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയേക്കണേ, മാതാവ് കാത്തോളും എന്ന് ഞാൻ പറയുമായിരുന്നു എല്ലാവരുടെ അടുത്തും. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഇത്രയേറെ എന്നെ അനുഗ്രഹം നൽകിയതിന് ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ ഫസ്റ്റ് 2 മാസം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അമ്മച്ചിയാണ് പത്രമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് കാല് കുഴപ്പമില്ലാതെ നടന്നു തുടങ്ങിയ സമയത്ത് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകുമായിരുന്നു. അവരുടെ കൂടെ കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരിക്കും. സാമ്പത്തികമായിട്ട് സഹായിക്കാനായിട്ട് എനിക്ക് ജോലിയൊന്നുമില്ല, ഞാൻ ജോലിക്കൊന്നും പോകണില്ലായിരുന്നു. പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ തെരുവിലിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രപ്രവർത്തനം നടത്തുമായിരുന്നു. പിന്നെ ഒരുപാട് ജപമാല ചൊല്ലാൻ